പൈസ മുട്ടിയാ തുറക്കണല്ലോ. അല്ല നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങൾ ഒന്നാമത്തെ കേസ് കൊടുത്ത് ഞാൻ പോലീസ് പിടിച്ച് തൂക്കി കൊല്ലുന്നു? ഒന്നാമത്തെ ഈ രാജഭരണൊക്കെ തീർന്നാചാരേ, അതൊക്കെ നിങ്ങളുടെ കുടിയിൽ നമ്മുടെ അഞ്ചത്ത് കയറ്റാൻ കണ്ട. ഹാജിയരെ, നിങ്ങളെ വീടിൻ്റെ നിലവറയിൽ എന്തൊക്കെ നിധിയുണ്ടോ അതൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇനിയിപ്പോൾ പോലീസല്ല പട്ടാളം വന്നാലും ശരി ഞങ്ങളത് കൊണ്ടുപോകും. എന്തേ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഇയാളെന്തി കാട്ടണം? വണ്ടി എടുക്ക. അസ്കരെ, ഇത് ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സല്ലടാ, ഇത് വീണ്ടും അലക്കാട്ടാ. അതിന്റെ കോളർ ചീത്തയും ഒന്നുകൂടി ഒന്ന് നോക്കിയേ. എന്ത് കോളർ ചീത്ത ചെയ്യുന്നു? ഇതെന്നെ സ്ഥിരം പരിപാടി. ഇന്നുകൂടി മതി ഉമ്മ, പ്ലീസ്. ഇതെന്നും പറയണതാ. ഉപ്പാന്റെ മക്കളും ഡ്രസ്സ് അലക്കല എന്റെ പണി. ഈ ഒരു കാര്യം ചെയ്തോ, ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ അലക്കിക്കോ. ഇങ്ങോട്ട് വാ. എനിക്ക് അലക്കറിഞ്ഞു പഠിപ്പിച്ചു തരാടാ. നിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ദേ നോക്കിയേ. ഇതൊന്നും പറ്റിയിട്ടില്ലല്ലോ. പിന്നെന്തിനാ ഡോക്ടറെ കണ്ടേ? ഡോക്ടറല്ല, വൈദ്യര്. ആ വൈദ്യര് തന്നെ. എന്തിനാ പോയേ? അത് ഉമ്മ പറഞ്ഞിട്ട് പോയതല്ലേ. കണക്കായി ഉമ്മ പറഞ്ഞിട്ട്. ഡയലോഗ് തുടങ്ങിയില്ലേ ഈ? ഇന്നലെ കാണണേര് നിക്ക. കൈ അനക്കാൻ പറ്റിയിരുന്ന എനക്ക്? ഇല്ലല്ല. കൈ നല്ല വീക്കുണ്ടായിരുന്നു. ഇത്രക്ക് ഡയലോഗ്. ജേസി എവിടെ? ബാഗിലുണ്ടടാ. മഞ്ഞ കവറിലുണ്ട്. അത് അസ്കറിനെ ആരോ പണിയെടുത്തതാ. ഒരു ദിവസം ചുരുങ്ങിയത് 3 ഡ്രസ്സാണ് ഓൻ അലക്കാടൻ. ഓനോട് അലക്കിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ. ചായ എടുക്കാട്ടാ. നെയ്മർ കണ്ടടാ. ആ കൊള്ളാലോടാ, കറക്റ്റ് ഫിറ്റ് ആണല്ലോ. ഉമ്മൂസേ, ഉമ്മൂസേ ഇങ്ങോട്ട് വന്നേ. വാടാ. ജേഴ്സി മാറിപ്പോയല്ലോടാ. ആ കടക്കാരൻ പറ്റിച്ചു. ഇത് ഏത് ടീഷർട്ടേക്കാ? ഇത് വലുതാണല്ലോ. സാരില്ല കേട്ടോ, ഉപ്പ നാളെ പുറത്ത് പോകുമ്പോ മാറ്റി മേടിച്ചോണ്ട് വരാം. മെസ്സിന്റെ ഒപ്പന്റെ ജേഴ്സിയാണല്ലോ. എന്തായാലും അർജന്റീനന്റെ കളി ഹോബി. മിണ്ടാണ്ടിരുന്നേ, നീ അകത്ത് പോയേ. അർജന്റീനക്കാരൊന്നിരിക്കുന്നു. ഉമ്മൂസിന് നാളെ ഉപ്പ എന്തായാലും മാറ്റി മേടിച്ചോണ്ട് വരാം. വിഷമിക്കണ്ട കേട്ടോ. ഒന്ന് പെടുന്നു വാ.
ഈ പന്തളി തുടങ്ങിയത് ബ്രസീലാണോ അതോ അർജന്റീനയിലോ? ബ്രസീലും അല്ല അർജന്റീനയും അല്ല. ആദ്യം പന്തളി തുടങ്ങിയത് സായിപ്പന്മാരാണ്. ഈ പന്തുകളി എന്ന് പറഞ്ഞാല് ഒരു ജാതി കുതിപ്പാണ്. എതിരായിട്ട് നിൽക്കുന്നവന്റെ ഏട്ടയക്കോണ പന്തെടുത്ത് കൊണ്ടുപോയി ഗോളടിച്ച എവിടെയാ പന്ത് എന്ന് കൊള്ളുക? ഏ? അല്ല, പിന്നെ കളി കാണുന്നവന്റെ മനസ്സില്. ഇന്റർനാഷണൽ ഗെയിമിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച രണ്ടാമത്തെ ആളാരാ നിങ്ങൾക്കറിയോ? അത് ഗ്രീസ്മാൻ. അത് ആദ്യത്തെ ആള് നമ്മുടെ സ്വന്തം എംബാപ്പ. പിന്നെ അല്ലടോ, ഇബ്രാഹിമോവിച്ച്, സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. നമ്മുടെ ലീഡറാണ്, നമ്മുടെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. അല്ല നമ്മളെന്നാ വേൾഡ് കപ്പ് കളിക്കുക? നിങ്ങള് പാരിപ്പറമ്പില് ബൂട്ടില്ലാണ്ട് കളിച്ചില്ലേ? അതുപോലെ ബൂട്ടില്ലാണ്ട് ഒളിമ്പിക്സിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. ഇനി വേൾഡ് കപ്പിൽ നമ്മൾ കളിക്കും ബൂട്ടിട്ടിട്ട്. ഉമ്മറേ, നമ്മളും കളിക്കും വേൾഡ് കപ്പ്. ഒരു ഫുട്ബോൾ പ്ലെയറിന് ആദ്യം വേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ എത്ര വലിയ കളിക്കാരനായാലും ഒരു ക്ലബോ ടീമോ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, അറിയാലോ. വളർന്നു വരുന്ന കുട്ടികളൊക്കെ നിങ്ങളെ കണ്ടല്ലേ പഠിക്കേണ്ടത്. അഫ്ലേഷനില്ലാത്ത സെവൻസ് മച്ചാൽ ഞാൻ തനിക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. പോരാത്തിനിപ്പോൾ ഒരു പോലീസ് കേസും. എന്താടോ ഇത്? സോറി സാർ, ഞാനിനി ആവർത്തിക്കൂല. ഈ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. സാറേ, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. എടാ ദീപക്കെ, കളി എന്തായി? നമ്മള് ജയിച്ചാ? ഞാൻ കേക്കാൻ പറ്റണില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു. എന്തായി നിന്റെ കാര്യങ്ങളൊക്കെ സോൾവ് ആയാ? ഏകദേശം സോൾവ് ആയിക്കൊണ്ടിരിക്കണം. എന്താ പ്രാക്ടീസ് ഒന്നുമില്ലേ? സസ്പെൻഷനായ പിന്നെ ഞാൻ പതുക്കെ പ്രാക്ടീസ് അങ്ങോട്ട് ചവിട്ടി. 35 വയസ്സ് വരെയുള്ളൂ നമ്മളെയൊക്കെ ലൈഫ്. നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യും, അല്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുക. ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. പിന്നെ കാണാം. ശരി, കാണാക്കാ. ഓക്കെ. മഴ ചാറുണ്ടോ? ചെറുങ്ങനെ. വേഗം പോയിക്കോട്ടോ. നീ കിടന്നോട്ടോ, ഞങ്ങൾ വരെ ലേറ്റ് ആവും. ടോർച്ച്. ഈ കളി നമ്മള് ജയിക്കൂലേ? പിന്നെ ജയിക്കാണ്ട്? ഇതില് തോറ്റ നമ്മള് പുറത്താട്ടാ. ഉപ്പ, നൈജീരിയ അത്ര വലിയ ടീമൊന്നല്ല. അർജന്റീന അവരെ കൊറേ പ്രാവശ്യം തോപ്പിച്ചതാ. ഈ കളി തോറ്റാ നമ്മള് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഉപ്പ നോക്കിക്കോ, ഈ കളി നമ്മൾ ജയിക്കും. മെസ്സി ഒരു ഗോളും അടിക്കും. അതങ്ങനെ നിനക്കറിയാം? അതൊക്കെ ഉണ്ടിപ്പാ. നീ എന്തിനാ രാത്രി അസ്കറിനെ ചവിട്ടുന്നേ? ഞാനാരും ചവിട്ടിയില്ല. അങ്ങനെയല്ലല്ലോ അസ്കർ പറഞ്ഞത്. ഉപ്പ വേഗം നടന്നോ, കളി തുടങ്ങാനായി. മൊത്തം ഫാൻസുകാര് കളി കാണാനുണ്ടാവും. സീറ്റ് കിട്ടിയാ മതിയായിരുന്നു. സ്കോർ എന്തായി? ഇക്ക കൊറേ ആയാലും കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ. എന്തായി നിന്റെ ബ്ലാസ്റ്റേഴ്സ് സെലക്ഷൻ? ഒന്നും പറയാണ്ടിരിക്കാനുള്ളത്. അടുത്ത പ്രാവശ്യം ശരിയാവൂടാ. ഇക്ക പ്രശ്നമൊക്കെ സോൾവ് ആയി. ഇപ്പൊ കുഴപ്പമില്ല. ഇക്ക ഞാനെന്നേ അങ്ങോട്ട് മാറിക്കോട്ടെ.